മനസ്സോടെ ഖുർആനും സുന്നത്തും നമ്മൾ ശരിക്കും പഠിച്ച ഒരു ബിദ്അത്തും ഉണ്ടാവില്ല, ഒരു ശിർക്കും ഉണ്ടാവില്ല, ഒരു ഹറാമും ഉണ്ടാവില്ല, ഒരു തിന്മയും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരു ഹദീസോടെ കേൾക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായിട്ട് ആരുണ്ടെന്ന്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുക. നബിക്കൊരു ഖുർആൻ വചനം ഇറങ്ങി അത് പഠിപ്പിക്കും. അത് കംപ്ലീറ്റ് ഇറങ്ങാൻ കാത്തു നിന്നിട്ടാണോ പഠിപ്പിച്ചത്? അല്ല. അതുപോലെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ഇനി സൂറത്ത് ഖമറിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം പറഞ്ഞ സമയം ഈ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂറത്ത് ഖമറിലെ 4 വചനമുണ്ട്. ഒരേ വചനം തന്നെ 4 സ്ഥലത്ത്. ഏതായിരിക്കും അത്? ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. മാഷാ അല്ലാഹ്. വലക്കത് യസ്തർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്ത് ഖമർ എത്രാമത്തെ അധ്യായമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞേ? സൂറത്ത് റഹ്മാന്റെയും സൂറത്ത് നജ്മിന്റെയും ഇടക്ക്. അപ്പൊ എത്രയാ? മാഷാ അല്ലാഹ് 54. അതിലെ 17ാമത്തെ വചനമാണ് ഇപ്പൊ പറഞ്ഞത്. അതിലെ 22ാമത്തെ വചനവും അത് തന്നെ, അതിലെ 32ാമത്തെ വചനവും അത് തന്നെ, അതിലെ 40ാമത്തെ വചനവും അത് തന്നെ. എന്താണ് അതിലെന്താ പറയാ? എളുപ്പമാക്കിയിരിക്കുന്നു. അന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നല്ല, നിങ്ങൾക്ക് എളുപ്പമാണ്. ആരെങ്കിലും ഖുർആനെ പറ്റി ചിന്തിക്കാനും പഠിക്കാനും തയ്യാറാണോ അത് അവന് എളുപ്പമാണ്. കാരണം ഖുർആന്റെ ഒരു പ്രത്യേകത. സൂറത്ത് റഹ്മാനിലെ ഫബിഅയ്യി ആലാഇ എത്ര തവണ പറയുന്നുണ്ടത്? പറയൂ 37. പിന്നെ പറയൂ 31. അതാരാ പറഞ്ഞേ? ഒന്ന് കൈവന്നിച്ചാട്ടെ. മാഷാ അല്ലാഹ്. 31 തവണ. നിങ്ങൾ നോക്ക് ആ ആയത്തിന്റെ പ്രത്യേകത. ഈ അധ്യായം 60 ആയത്തുണ്ടെന്ന് വിചാരിക്കേ. ഒരായത്ത് പഠിക്കുന്നതിനോടുകൂടി 31 ആയത്ത് പഠിച്ചില്ലേ? വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി എന്നുള്ള ഒറ്റ ആയത്ത് പഠിച്ച 4 ആയത്ത് പഠിച്ചില്ലേ? വൈലു യൗമഇദിൽ ലിൽ മുക്കദ്ദിബീൻ അങ്ങനെ ഒരു ആയത്തുണ്ട്. എത്ര തവണ പറയുന്നുണ്ട്? എത്ര തവണ പറയുന്നുണ്ട് ആ വാചകം? ആവർത്തിച്ച ഒരു അധ്യായത്തില് 10 തവണ. എത്ര തവണ? 10 തവണ. കുറെ കാര്യം പഠിച്ചില്ലേ? അപ്പൊ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ എത്രയും 10 ആയത്ത് പഠിച്ചു. അപ്പൊ നമ്മള് ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ തന്നെ എല്ലാം കൂടെ പഠിച്ചാൽ കുറച്ച് ആയത്ത് പഠിക്കുമ്പോൾ തന്നെ ഖുർആൻ കംപ്ലീറ്റ് മനപ്പാടായി. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ കുറെ സമയം ഈ സംസാരിക്കുന്നത് 6:35 കണ്ട് തുടങ്ങിയതാ. ഇന്നലെ പനിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയതാ. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യായിരുന്നു എന്നല്ലേ. ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും. നിങ്ങളോട് സമ്മതം ചോദിച്ച് അവിടെ നിന്ന് പോകണമെന്ന് കരുതിയതാന്നല്ലേ. പക്ഷെ മനസ്സിൽ നീയത്ത് വെച്ചിട്ടായിരുന്നു പോകുന്നത്. ഈ ഇരുത്തം മാഷാ അല്ലാഹ് ഞാൻ ധന്യനാണ്. കുറെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് തൃപ്തിയായോ? കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എനിക്കും എൻ്റെ അനുജനും ഉണ്ട്, സിറാജുൽ ഇസ്ലാം. ഇപ്പൊ നാട്ടിലുണ്ട്. പണയെ വിളിച്ചോളി ഒരു ക്ലാസ് ഒക്കെ എടുത്തു തരും. ഞങ്ങളുടെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഉമ്മ മരിച്ചുപോയി ഓഗസ്റ്റ് 1-ാം തീയതി. 10 കൊല്ലം ഒരു ഭാഗം തളർന്നു കിടന്നാണ്. ഞങ്ങൾക്ക് ഖുർആനൊക്കെ പഠിപ്പിച്ചത് ഉമ്മയാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഖുർആനും സുന്നത്തും കൂടുതൽ പഠിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഒളിച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മാശറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ സമയം അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പഠിച്ചവനെ വിലപ്പെട്ട സമയം ഞാൻ ഖുർആനും സുന്നത്തും പഠിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പലസ്തീനികൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഇസ്രായേലിലെ ജൂതന്മാർക്ക് അള്ളാഹു നല്ല മനസ്സ് നൽകുമാറാകട്ടെ. അവരുടെ കരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ. നന്മ നിറഞ്ഞ ജീവിതം നൽകുമാറാകട്ടെ. സാമ്പത്തിക രംഗത്തെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഖുർആനും സുന്നത്തും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്തുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله.